61ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി? ഫസ്റ്റ് ഓപ്ഷൻ NCDC, സെക്കൻഡ് ഓപ്ഷൻ NDDB, തേർഡ് ഓപ്ഷൻ NCCF, ഫോർത്ത് ഓപ്ഷൻ NCCT. താഴെ കൊടുത്തിട്ടുള്ളത് ഏതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി? 61ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ NCCF ആണ്, നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ. 1965 NCCF ഫോം ചെയ്തിട്ടുള്ളത്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി ആണ് ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ 61ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. 62ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചിറ്റോസൻ ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് ഓപ്ഷൻ SC/ST ഫെഡ്, സെക്കൻഡ് ഓപ്ഷൻ കേര ഫെഡ്, തേർഡ് ഓപ്ഷൻ ക്യാംകോ, ഫോർത്ത് ഓപ്ഷൻ മത്സ്യ ഫെഡ്. ചിറ്റോസൻ ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് 62ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ മത്സ്യ ഫെഡ് ആണ്. മത്സ്യ ഫെഡ് 1984 ഫോം ചെയ്തിട്ടുള്ളത്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ട്രിവാൻഡ്രം ആണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചിറ്റോസൻ ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് 62ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി മത്സ്യ ഫെഡ് ആണ്. 63ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോ ഈസ് എ സെൻട്രൽ സൊസൈറ്റി? ഫസ്റ്റ് ഓപ്ഷൻ RCMPU, സെക്കൻഡ് ഓപ്ഷൻ NDDB, തേർഡ് ഓപ്ഷൻ കേരള ബാങ്ക്, ഫോർത്ത് ഓപ്ഷൻ റബ്കോ. താഴെ കൊടുത്തിട്ടുള്ളത് ഏതാണ് സെൻട്രൽ സൊസൈറ്റി? സെൻട്രൽ സൊസൈറ്റി നമുക്ക് സ്യൂട്ടബിൾ ആൻസർ 63ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. ആൻസർ RCMPU ആണ്, റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ, ഒരു സെൻട്രൽ സൊസൈറ്റി ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു ബേസ് ലെവലിൽ നമുക്ക് ആപ്കോസ് കൊടുക്കാം. അപ്പോൾ സെൻട്രൽ RCMPU വരും. എൻ്റെ അപ്പെക്സ് ആയിട്ട് ഏത് വരും? മിൽമ. ഓക്കെ, മിൽമ വരും. അപ്പോൾ 63ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 64ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് പെർമിറ്റഡ് ടു ഇഷ്യൂ ഇസ് കോൾഡ്. ഫസ്റ്റ് ഓപ്ഷൻ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, സെക്കൻഡ് ഓപ്ഷൻ ഓതറൈസ്ഡ് ക്യാപിറ്റൽ, തേർഡ് ഓപ്ഷൻ ഇഷ്യൂഡ് ക്യാപിറ്റൽ, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. മാക്സിമം എത്ര എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഈസ് പെർമിറ്റഡ് ടു ഇഷ്യൂ ഈസ് കോൾഡ്? 64ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആണ്. 65ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊയർ ടെക്നോളജി ഈസ് അറ്റ്. 65ാമത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് തന്നെയാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊയർ ടെക്നോളജി ഈസ് അറ്റ് ഡി ആണ്. ആൻസർ ബാംഗ്ലൂരാണ്. 66ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരള ദിനേശ് BD വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ. 66ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ 15th February 1969. 15th February 1969 ആണ്. എവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്? കേരള ദിനേശ് BD വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ. 66ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് കണ്ണൂരാണ്, കണ്ണൂർ. അപ്പോൾ 66ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 67ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. KCRDB സെറ്റ് അപ്പാർട്ട് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഫ്രം. ഫസ്റ്റ് ഓപ്ഷൻ ലോൺ കളക്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ നെറ്റ് പ്രോഫിറ്റ്, തേർഡ് ഓപ്ഷൻ ഗ്രോസ് പ്രോഫിറ്റ്, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? KCRDB കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് സെറ്റ് അപ്പാർട്ട് ചെയ്യുന്നത് ഏതിൽ നിന്ന് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 67ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. ആൻസർ ലോൺ കളക്ഷൻ. KCRDB സെറ്റ് അപ്പാർട്ട് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഫ്രം ലോൺ കളക്ഷൻ ആണ്. 67ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ. 68ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം ദ സൊസൈറ്റി മേക്ക് ഡാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം ദി മെമ്പേഴ്സ് by offering ruling market price. First option credit, second option cash, third option discount, fourth option none of this. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഇൻ ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം. ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം ഫോളോഡ് ബൈ ദി മാർക്കറ്റിംഗ് സൊസൈറ്റി ആണ്. സൊസൈറ്റി മേക്ക് ഡാഷ് പർച്ചേസ്, ഏത് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണ്? ഫ്രം ദി മെമ്പേഴ്സിൽ നിന്ന്. ബൈ ഓഫറിംഗ് റൂളിംഗ് മാർക്കറ്റ് പ്രൈസ്. ദ സൊസൈറ്റി മേക്ക്. 68ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ ക്യാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണ്. ഫ്രം ദി മെമ്പേഴ്സ് ബൈ ഓഫറിംഗ് റൂളിംഗ് മാർക്കറ്റ് പ്രൈസ്. 68ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. 69ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ന്യൂട്രിക്കോ ഇസ് ദി ബ്രാൻഡ് നെയിം ഓഫ് കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ്ഡ് ബൈ. ഫസ്റ്റ് ഓപ്ഷൻ കേര ഫെഡ്, സെക്കൻഡ് ഓപ്ഷൻ മാർക്കറ്റ് ഫെഡ്, തേർഡ് ഓപ്ഷൻ റബ്കോ, ഫോർത്ത് ഓപ്ഷൻ കൊഡൂർ SCB. 69ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. ആൻസർ റബ്കോയാണ്. കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ്സ് ലിമിറ്റഡ് റബ്കോ. 1997 ഫോം ചെയ്തിട്ടുള്ളത്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് കണ്ണൂരാണ്. ഓക്കെ, അപ്പോൾ 69ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 70ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് one of the eligibility conditions to contest the election to the Committee of Regional Milk Union? First option, the society which the delegate represents shall be placed in audit classification A or B. Second option, the society which the delegate represents shall be placed in audit classification
A, B or C. Third option, the society which the delegate represents shall be placed in audited classification A only. Fourth option, none of this. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് വൺ ഓഫ് ദി എലിജിബിലിറ്റി കണ്ടീഷൻസ് ഏതുമായിട്ട് ബന്ധപ്പെട്ട് ടു കണ്ടസ്റ്റ് ദി ഇലക്ഷൻ ടു ദി കമ്മിറ്റി ഓഫ് റീജിയണൽ മിൽക്ക് യൂണിയൻ? RCMPU റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കണമെങ്കിൽ ഡെലഗേറ്റ് സൊസൈറ്റി റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് ഓഡിറ്റ് ക്ലാസിഫിക്കേഷനിൽ ഏതിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 70ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ. ദ സൊസൈറ്റി വിച്ച് ദി ഡെലഗേറ്റ് റെപ്രസെൻറ്റ്സ് ഷാൾ ബി പ്ലേസ്ഡ് ഇൻ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ എയിലോ അല്ലെങ്കിൽ ബിയിലോ, എ ഓർ ബി ആണ്. അപ്പോൾ 70ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 28 അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മിറ്റിയിൽ സബ്സെക്ഷൻ 7ൽ പറയുന്ന കാര്യമാണ്. അപ്പോൾ 70ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 71ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോപ്പറേറ്റീവ് റിപ്പബ്ലിക് വാസ് റിട്ടൺ ബൈ ഫസ്റ്റ് ഓപ്ഷൻ ചാൾസ് ഗേഡ്, സെക്കൻഡ് ഓപ്ഷൻ ഏണസ്റ്റ് പാഷൻ, തേർഡ് ഓപ്ഷൻ റോബർട്ട് ഓവൻ, ഫോർത്ത് ഓപ്ഷൻ JP വാർബേസ്. കോപ്പറേറ്റീവ് റിപ്പബ്ലിക് വാസ് റിട്ടൺ ബൈ 71ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ. ഏണസ്റ്റ് പാഷൻ ആണ്. 72ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ലേബർ കോളനി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഡാഷ് ഇൻ അമേരിക്ക അറ്റ് ന്യൂ ഹാർമണി. നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് പോകാം. റിപ്പീറ്റഡ് തന്നെയാണ്. 72ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ. റോബർട്ട് ഓവൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 73ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം എമംഗ് ദി ഫോളോവിങ് വിച്ച് ഈസ് ദി ഫസ്റ്റ് കോപ്പറേറ്റീവ് മാഗസിൻ? ഫസ്റ്റ് ഓപ്ഷൻ കോപ്പറേറ്റീവ് ജേണൽ, സെക്കൻഡ് ഓപ്ഷൻ കോപ്പറേറ്റർ, തേർഡ് ഓപ്ഷൻ ദ കോപ്പറേറ്റർ, ഫോർത്ത് ഓപ്ഷൻ സഹകരണ വീതി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് മാഗസിൻ? 73ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ. കോപ്പറേറ്റർ. വില്യം കിങ്ങിൻ്റെ കോപ്പറേറ്റർ ആണ്. 1828 മുതൽ 1830 വരെയാണ് കോപ്പറേറ്റർ എന്താണ് ഒരു മാഗസിൻ സ്റ്റാർട്ട് ചെയ്ത ശേഷം അവസാനിപ്പിച്ചിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1828 മുതൽ 1830 വരെ. വില്യം കിങ്ങിൻ്റെ. 73ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. 74ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സ്റ്റോർ എസ്റ്റാബ്ലിഷ് ഇൻ ഡെൻമാർക്ക് ഇൻ ദി ഇയർ? ഫസ്റ്റ് ഓപ്ഷൻ 1889, സെക്കൻഡ് ഓപ്ഷൻ 1882, തേർഡ് ഓപ്ഷൻ 1885, ഫോർത്ത് ഓപ്ഷൻ 1886. ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സ്റ്റോർ എസ്റ്റാബ്ലിഷ് ഇൻ ഡെൻമാർക്ക് ഇൻ ദി ഇയർ. ഈ ക്വസ്റ്റ്യൻ എന്താണ് ക്യാൻസലാണ് ചെയ്തിട്ടുള്ളത്. കാരണം ആൻസർ ഓപ്ഷൻ ഇല്ലായിരുന്നു. ആൻസർ ഓപ്ഷൻ 1866 ആണ്. 1866 ഓപ്ഷനിൽ ഇല്ലാത്തത് കൊണ്ട് ക്യാൻസൽ ചെയ്തു. 74ാമത്തെ ക്വസ്റ്റ്യൻ. 75ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മാനേജ്മെൻറ്റ് ഓഫ് റൈഫീസ് ആൻഡ് വെയർ? ഫസ്റ്റ് ഓപ്ഷൻ ഹോണററി, സെക്കൻഡ് ഓപ്ഷൻ സാലറീഡ്, തേർഡ് ഓപ്ഷൻ പെയ്ഡ്, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദീസ്. 75ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ദ മാനേജ്മെൻറ്റ് ഓഫ് റൈഫീസ് ആൻഡ് വെയർ. 75ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ. ഹോണററി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 76ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് പാസ്ഡ് ബൈ ദി ബ്രിട്ടീഷ് ഗവൺമെൻറ് വാസ് ഇൻ ദി ഇയർ? ഫസ്റ്റ് ഓപ്ഷൻ 1790, സെക്കൻഡ് ഓപ്ഷൻ 1854, തേർഡ് ഓപ്ഷൻ 1793, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് വർഷമാണ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്തിട്ടുള്ളത്? 76ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. 1793 ആണ്. 77ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദി സൊസൈറ്റി വിച്ച് ഈസ് പെർമിറ്റഡ് ടു ഗിവ് ഡിവിഡൻഡ് ടു ഇറ്റ്സ് നോമിനൽ മെമ്പേഴ്സ്? ഫസ്റ്റ് ഓപ്ഷൻ മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, സെക്കൻഡ് ഓപ്ഷൻ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്, തേർഡ് ഓപ്ഷൻ കേരള ബാങ്ക്, ഫോർത്ത് ഓപ്ഷൻ മിൽമ. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് സൊസൈറ്റിയാണ് പെർമിറ്റ് ചെയ്തിട്ടുള്ളത് നോമിനൽ മെമ്പേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് വേണ്ടി? 77ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. കേരള ബാങ്ക് ആണ്. 78ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പതൈസർ മെമ്പർഷിപ്പ് ഈസ് എ സ്പെഷ്യാലിറ്റി ഓഫ് ഡാഷ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്? ഫസ്റ്റ് ഓപ്ഷൻ മാർക്കറ്റിംഗ്, സെക്കൻഡ് ഓപ്ഷൻ ക്രെഡിറ്റ്, തേർഡ് ഓപ്ഷൻ കൺസ്യൂമർ, ഫോർത്ത് ഓപ്ഷൻ ഇൻഡസ്ട്രിയൽ. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്പെഷ്യാലിറ്റിയാണ് സിമ്പതൈസർ മെമ്പർഷിപ്പ്? സിമ്പതൈസർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നോമിനൽ ആയിട്ടുള്ള ഒരു മെമ്പർ ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കാം. വോട്ടിംഗ് റൈറ്റ് ഒന്നുമില്ല. ഒരു സൊസൈറ്റിയുടെ ഒരു ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ടാണ് വോട്ടിംഗ് റൈറ്റ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു മെമ്പർഷിപ്പ്. അതാണ് സിമ്പതൈസർ മെമ്പർഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്പെഷ്യാലിറ്റി ഓഫ് 78ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 79ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മാക്സിമം എമൗണ്ട് ഓഫ് അസിസ്റ്റൻസ് ടു ബി ഗിവൻ ടു എ മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ്സ് അണ്ടർ മെമ്പർ റിലീഫ് സ്കീം ഈസ് റുപ്പീസ്? ഫസ്റ്റ് ഓപ്ഷൻ 5,000, സെക്കൻഡ് ഓപ്ഷൻ 10,000, തേർഡ് ഓപ്ഷൻ 25,000, ഫോർത്ത് ഓപ്ഷൻ 50,000. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് സ്കീം അനുസരിച്ച് ഒരു മെമ്പറിന് മാക്സിമം എത്ര എമൗണ്ടിൻ്റെ അസിസ്റ്റൻസ് ആണ് കൊടുക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 79ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ് ആൻസർ.
50,000 ആണ്. 80ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കാരഫെഡ് ഇസ് ആൻ ഡാഷ് സൊസൈറ്റി. ഫസ്റ്റ് ഓപ്ഷൻ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ്, സെക്കൻഡ് ഓപ്ഷൻ അഗ്രികൾച്ചർ പ്രോസസ്സിംഗ്, തേർഡ് ഓപ്ഷൻ അഗ്രോ ഇൻഡസ്ട്രിയൽ, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദീസ്. കാരഫെഡ് ഇസ് ആൻ ഡാഷ് സൊസൈറ്റി. 80ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ. അഗ്രികൾച്ചർ പ്രോസസ്സിംഗ് സൊസൈറ്റി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 81ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ഫേസ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രൊജക്ട് ഈസ് നൗ ഇംപ്ലിമെൻറ്റിംഗ് ഇൻ ദ റവന്യൂ ഡിസ്ട്രിക്ട് ഓഫ് ഇടുക്കി, പാലക്കാട് ആൻഡ് ഫസ്റ്റ് ഓപ്ഷൻ തൃശ്ശൂർ, സെക്കൻഡ് ഓപ്ഷൻ ആലപ്പുഴ, തേർഡ് ഓപ്ഷൻ കണ്ണൂർ, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദീസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സെക്കൻഡ് ഫേസ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രൊജക്ട് ഈസ് നൗ ഇംപ്ലിമെൻറ്റിംഗ് ഇൻ ദ റവന്യൂ ഡിസ്ട്രിക്ട് ഓഫ് ഇടുക്കി, പാലക്കാട് ആൻഡ് ഏത് ഡിസ്ട്രിക്റ്റിലും കൂടെ ആണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 81ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ. തൃശ്ശൂരാണ്. NCDC തൃശ്ശൂരിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി സാങ്ഷൻ കൊടുത്തിട്ടുള്ളത് 30/10/2015 അതിൻ്റെ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്തത് 23/7/2017 അപ്പോൾ 81ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എ ആണ് ആൻസർ. 82ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു SPCS? ഫസ്റ്റ് ഓപ്ഷൻ പ്രൈമറി സൊസൈറ്റി, സെക്കൻഡ് ഓപ്ഷൻ ഇന്ത്യ പ്രസ്, തേർഡ് ഓപ്ഷൻ നാഷണൽ ബുക്ക് സ്റ്റാൾ, ഫോർത്ത് ഓപ്ഷൻ ഫെഡറൽ സൊസൈറ്റി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ SPCSുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 82ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ. ഫെഡറൽ സൊസൈറ്റി ആണ്. SPCS സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി 1945 ഫോം ചെയ്തിട്ടുള്ളത്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? കോട്ടയമാണ്. അപ്പോൾ 82ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 83ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്ചാർജ് വൗച്ചർ ഫയൽ ഈസ് മെയിൻറ്റൈൻഡ് ബൈ റിപ്പീറ്റഡ് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ സർവീസ് കോപ്പറേറ്റീവ്, സെക്കൻഡ് ഓപ്ഷൻ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, തേർഡ് ഓപ്ഷൻ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്, ഫോർത്ത് ഓപ്ഷൻ അർബൻ ബാങ്ക്സ്. ഡിസ്ചാർജ് വൗച്ചർ ഫയൽ ഈസ് മെയിൻറ്റൈൻഡ് ബൈ 83ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ. അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആണ്. ഡിസ്ചാർജ് വൗച്ചർ ഫയലിൽ ഈ പറഞ്ഞ ലോൺ ആപ്ലിക്കേഷൻ, ടാക്സ് റിസിപ്റ്റ്, അതേപോലെ തന്നെ ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട്, എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യും. ഇതിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞാൽ വാലുവേഷൻ ഓഫീസറാണ്. അപ്പോൾ 83ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 84ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്കീം കെയർ കേരള ഇസ് എ കോമ്പിനേഷൻ ഓഫ് 3 സബ് പ്രോഗ്രാംസ് സച്ച് ആസ് കെയർ ഹോം, കെയർ ലോൺ ആൻഡ് ഫസ്റ്റ് ഓപ്ഷൻ കെയർ ഗ്രേസ്, സെക്കൻഡ് ഓപ്ഷൻ മുറ്റത്തെ മുല്ല, തേർഡ് ഓപ്ഷൻ ലൈഫ് പ്ലസ്, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദീസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ സ്കീം കെയർ കേരള ഇസ് എ കോമ്പിനേഷൻ ഓഫ് 3 സബ് പ്രോഗ്രാംസ് സച്ച് ആസ് കെയർ ഹോം, കെയർ ലോൺ ആൻഡ് കെയർ ഗ്രേസ് ആണ്. 84ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ. കെയർ ഹോം ഫ്ലഡ് അഫക്റ്റ് ചെയ്ത് വീട് നഷ്ടപ്പെട്ടിട്ടുള്ളവർക്ക് വീട് കൊടുക്കുക. കെയർ ലോൺ ഫ്ലഡ് അഫക്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസിന് വിധേയമായിട്ടുള്ളവർക്ക് ഡിഫറൻറ്റ് ലോൺ പ്രൊഡക്ട്സ് അവൈലബിൾ ആക്കുക. കെയർ ഗ്രേസ് ഈ പറഞ്ഞിട്ട് ഫ്ലഡ് അഫക്റ്റ് ചെയ്ത് മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ളവർക്ക് കൗൺസിലിങ്ങും ട്രോമ കെയറും നൽകുകയാണ് കെയർ ഗ്രേസും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദ സ്കീം കെയർ കേരള ഇസ് എ കോമ്പിനേഷൻ ഓഫ് 3 സബ് പ്രോഗ്രാംസ് സച്ച് ആസ് കെയർ ഹോം, കെയർ ലോൺ ആൻഡ് കെയർ ഗ്രേസ് ആണ്. 84ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 85ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം എമംഗ് ദി ഫോളോവിംഗ് വിച്ച് വൺ ഈസ് അസോസിയേറ്റ് വിത്ത് കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി? ഫസ്റ്റ് ഓപ്ഷൻ കൈരളി, സെക്കൻഡ് ഓപ്ഷൻ സുരഭി, തേർഡ് ഓപ്ഷൻ ത്രിവേണി, ഫോർത്ത് ഓപ്ഷൻ കോപ്ടെക്സ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട്? 85ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ. സുരഭിയാണ്. 1964 ഫോം ചെയ്തിട്ടുള്ളത്. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? കൊച്ചിയാണ്. ഈ കൈരളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് ആണ്. ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് 1968 ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ട്രിവാൻഡ്രം ആണ്. 85ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 86ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ കോപ്പി ഓഫ് ദി റെസൊല്യൂഷൻ എക്സ്പെല്ലിംഗ് എ മെമ്പർ ഷാൾ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി മെമ്പർ വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് ഡേയ്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് പാസിംഗ് ഓഫ് ദി റെസൊല്യൂഷൻ? ഫസ്റ്റ് ഓപ്ഷൻ 60, സെക്കൻഡ് ഓപ്ഷൻ 30, തേർഡ് ഓപ്ഷൻ 15, ഫോർത്ത് ഓപ്ഷൻ 7. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു മെമ്പറെ എക്സ്പെൽ ചെയ്യാൻ പുറത്താക്കുന്നതിന് വേണ്ടി റെസൊല്യൂഷൻ പാസ് ചെയ്താൽ ആ റെസൊല്യൂഷൻ പാസ് ചെയ്ത് എത്ര ദിവസത്തിനുള്ളിൽ ആ കോപ്പി ഓഫ് ദി റെസൊല്യൂഷൻ ആ മെമ്പറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 86ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. 15 days ആണ്. എ കോപ്പി ഓഫ് ദി റെസൊല്യൂഷൻ എക്സ്പെല്ലിംഗ് എ മെമ്പർ ഷാൾ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി മെമ്പർ വിത്തിൻ എ പീരീഡ് ഓഫ് 15 days ഫ്രം ദി ഡേറ്റ് ഓഫ് പാസിംഗ് ഓഫ് ദി റെസൊല്യൂഷൻ. 86ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 17 എക്സ്പൾഷൻ ഓഫ് മെമ്പർ സബ്സെക്ഷൻ 3 പറയുന്നുണ്ട്. അപ്പോൾ 86ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. 87ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് മേ അഡ്മിറ്റ്
any other society as a nominal or associate member. First option primary cooperative society, second option hospital cooperative societies, third option marketing cooperative societies, fourth option processing cooperative societies. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ള ഏത് സൊസൈറ്റിക്കാണ് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? എനി അതർ സൊസൈറ്റിനെ, മറ്റുള്ള സൊസൈറ്റിനെ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറായിട്ട്. 87ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ. ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മേ അഡ്മിറ്റ് എനി അതർ സൊസൈറ്റി ആസ് എ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. 87ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ഇത് കൃത്യമായിട്ട് സെക്ഷൻ 18 നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 88ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് മെമ്പർ ഓഫ് ദി കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഷാൾ ഹാവ് 1 vote ബട്ട് ഷാൾ നോട്ട് ഹാവ് ദി റൈറ്റ് ടു വോട്ട് ഫോർ ദി ഇലക്ഷൻ ഓഫ് ഓഫീസ് ബേയേഴ്സ് ഓഫ് ദി സൊസൈറ്റി. ഫസ്റ്റ് ഓപ്ഷൻ എക്സ് ഒഫീഷ്യോ, സെക്കൻഡ് ഓപ്ഷൻ നോമിനൽ ഓർ അസോസിയേറ്റ്, തേർഡ് ഓപ്ഷൻ ഗവൺമെൻറ് നോമിനേറ്റഡ്, ഫോർത്ത് ഓപ്ഷൻ എ പേഴ്സൺ അഡ്മിറ്റഡ് വിത്തിൻ 60 days പ്രയർ ടു ദി ഡേറ്റ് ഓഫ് ഇലക്ഷൻ ആസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് മെമ്പർ ഓഫ് ദി കമ്മിറ്റിയിലെ ഏത് മെമ്പറാണ് ഷാൾ ഹാവ് 1 vote ഉണ്ട്, പക്ഷേ ബട്ട് ഷാൾ നോട്ട് ഹാവ് ദി റൈറ്റ് ടു വോട്ട് ഫോർ ദി ഇലക്ഷൻ ഓഫ് ഓഫീസ് ബേയേഴ്സ് ഓഫ് ദി സൊസൈറ്റി. 1 vote ഉണ്ട്, പക്ഷേ ഓഫീസ് ബേയേഴ്സിനെ എലക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ഷനിൽ എന്താണ് വോട്ടിംഗ് റൈറ്റ് ഇല്ല. ബട്ട് ഷാൾ നോട്ട് ഹാവ് ദി റൈറ്റ് ടു വോട്ട് ഫോർ ദി ഇലക്ഷൻ ഓഫ് ഓഫീസ് ബേയേഴ്സ് ഓഫ് ദി സൊസൈറ്റി. 88ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ. എക്സ് ഒഫീഷ്യോ മെമ്പറാണ്. എക്സ് ഒഫീഷ്യോ മെമ്പർ ഓഫ് ദി കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഷാൾ ഹാവ് 1 vote ബട്ട് ഷാൾ നോട്ട് ഹാവ് ദി റൈറ്റ് ടു വോട്ട് ഫോർ ദി ഇലക്ഷൻ ഓഫ് ഓഫീസ് ബേയേഴ്സ് ഓഫ് ദി സൊസൈറ്റി. 88ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 20 പറയുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 89ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോ മെമ്പർ ഷാൾ ഹോൾഡ് more than such portions of the total share capital of the society not exceeding dash thereof as may be prescribed. First option 1/4, second option 2/3, third option 1/5, fourth option 1/3. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റലിൽ ഒരു ഇൻഡിവിജ്വൽ മെമ്പറിന് എത്രയിൽ അധികരിച്ച് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 89ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. 1/5 ആണ്. നോ മെമ്പർ ഷാൾ ഹോൾഡ് മോർ ദാൻ സച്ച് പോർഷൻസ് ഓഫ് ദി ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി സൊസൈറ്റി നോട്ട് എക്സീഡിങ് 1/5 thereof as may be prescribed. 89ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 22 റെസ്ട്രിക്ഷൻ ഓൺ ഹോൾഡിംഗ് ഷെയർസിൽ പറയുന്നുണ്ട്. 89ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. 90ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സബ്ജക്ട് ടു ദി അതർ പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് നോ വിഡ്രോവൽ ബൈ എ മെമ്പർ ഓഫ് ഹിസ് ഷെയർ ഇൻ എ സൊസൈറ്റി ഷാൾ ബി വാലിഡ് അൺലെസ് ദി മെമ്പർ ഹാസ് ഹെൽഡ് സച്ച് ഷെയർ ഫോർ നോട്ട് ലെസ് ദാൻ ഡാഷ് ഇയേഴ്സ്. ഫസ്റ്റ് ഓപ്ഷൻ 5, സെക്കൻഡ് ഓപ്ഷൻ 3, തേർഡ് ഓപ്ഷൻ 10, ഫോർത്ത് ഓപ്ഷൻ 7. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു മെമ്പറിൻ്റെ ഷെയർ വിഡ്രോവൽ ചെയ്യണമെങ്കിൽ അദ്ദേഹം എത്ര നാൾ ഹോൾഡ് ചെയ്താലാണ് അത് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സബ്ജക്ട് ടു ദി അതർ പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് നോ വിഡ്രോവൽ ബൈ എ മെമ്പർ ഓഫ് ഹിസ് ഷെയർ ഇൻ എ സൊസൈറ്റി ഷാൾ ബി വാലിഡ് ആകുകയുള്ളൂ വിഡ്രോവൽ ചെയ്യാൻ വേണ്ടി അൺലെസ് ദി മെമ്പർ ഹാസ് ഹെൽഡ്. എത്ര നാളെ ഹെൽഡ് ചെയ്യണം സച്ച് ഷെയർ ഫോർ നോട്ട് ലെസ് ദാൻ. അങ്ങനെ തന്നെ പഠിക്കണേ. ഫോർ നോട്ട് ലെസ് ദാൻ, എത്ര വർഷത്തിൽ കുറയാത്തത്? ഫോർ നോട്ട് ലെസ് ദാൻ 3 years ആണ് ആൻസർ. അപ്പോൾ 90ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ. 3 years. ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 24 റെസ്ട്രിക്ഷൻ ഓൺ വിഡ്രോവൽ ഓഫ് ഷെയർസിൽ പറയുന്നുണ്ട്. അപ്പോൾ 90ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 91ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സബ്ജക്ട് ടു ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് ദ റൂൾസ് ആൻഡ് ദി ബൈലോസ് ദ ഫൈനൽ അതോറിറ്റി ഓഫ് എ സൊസൈറ്റി ഷാൾ വെസ്റ്റ് ഇൻ ദി. ഫസ്റ്റ് ഓപ്ഷൻ ബോർഡ്, സെക്കൻഡ് ഓപ്ഷൻ പ്രസിഡന്റ്, തേർഡ് ഓപ്ഷൻ ജനറൽ ബോഡി, ഫോർത്ത് ഓപ്ഷൻ സെക്രട്ടറി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സബ്ജക്ട് ടു ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ടിനും റൂൾസിനും ബൈലോസിലും പ്രൊവിഷന് വിധേയമായിട്ട് ദ ഫൈനൽ അതോറിറ്റി ഓഫ് എ സൊസൈറ്റി ഷാൾ വെസ്റ്റ് ഇൻ ദി ജനറൽ ബോഡിയാണ്. 91ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 27 സബ്സെക്ഷൻ 1 പറയുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 92ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഇയേഴ്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് ഇലക്ഷൻ വിൽ ബി ടേക്കൺ ടു ബി ദി ടേം ഓഫ് ദി കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദി ജനറൽ ബോഡി ഫോർ ദി മാനേജ്മെന്റ് ഓഫ് ദി സൊസൈറ്റി. ഫസ്റ്റ് ഓപ്ഷൻ 2, സെക്കൻഡ് ഓപ്ഷൻ 3, തേർഡ് ഓപ്ഷൻ 4, ഫോർത്ത് ഓപ്ഷൻ 5. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മാനേജിംഗ് കമ്മിറ്റിയുടെ കാലാവധി പരിഗണിക്കുന്നത് എത്ര വർഷം എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എന്ന് മുതൽ ഫ്രം ദി ഡേറ്റ് ഓഫ് ഇലക്ഷൻ. 92ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ് ആൻസർ.
5 years from the date of election മുതൽ 5 years will be taken to be the term of the committee constituted by the general body for the management of the society. 92ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 28 സബ്സെക്ഷൻ 1 പറയുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 93ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോയിൻമെൻറ്റ് ടു ദി പോസ്റ്റ് ഓഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് ദി കമ്മീഷണേഴ്സ് ഷാൾ ബി ഫോർ എ പീരീഡ് ഓഫ് ഡാഷ് ഇയേഴ്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് assumption of office or dash years of age whichever is earlier. First option 360, second option 362, third option 560, fourth option 562. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ കാലാവധി എത്ര നാൾ എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോയിൻമെൻറ്റ് ടു ദി പോസ്റ്റ് ഓഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് ദി കമ്മീഷണേഴ്സ് ഷാൾ ബി ഫോർ എ പീരീഡ് ഓഫ് 5 years ഫ്രം ദി ഡേറ്റ് ഓഫ് അസംഷൻ ഓഫ് ഓഫീസിൽ ചാർജ് എടുത്ത അന്ന് മുതൽ 5 വർഷത്തേക്കോ അല്ലെങ്കിൽ ഓർ ഡാഷ് ഇയേഴ്സ് ഓഫ് ഏജ് വിച്ച് എവർ ഈസ് എയർലിയർ. ഡാഷ് ഇയേഴ്സ് ഓഫ് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 62 years ഓഫ് ഏജ് വിച്ച് എവർ ഈസ് എയർലിയർ. ഇതിനകത്ത് ഏതാണോ ആദ്യം വരുന്നത്, ആദ്യമേ 5 വർഷം പൂർത്തീകരിക്കുകയാണെങ്കിൽ അതാണ് കാലാവധി, അല്ലെങ്കിൽ അതിനു മുമ്പ് 62 years ഏജ് ആകുകയാണെങ്കിൽ അതാണ് കാലാവധി. അപ്പോൾ 93ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. ആൻസർ 562. ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 28B സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിൽ സബ്സെക്ഷൻ 2 പറയുന്നതാണ്. 94ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡാഷ് മേ ഫിക്സ് ഫീ ഓർ കോസ്റ്റ് ഫോർ ദി ഇലക്ഷൻ പ്രോസസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി റൂൾസ് മെയ്ഡ് ഓൺ ദിസ് ബിഹാഫ്. ഫസ്റ്റ് ഓപ്ഷൻ ഗവൺമെൻറ്, സെക്കൻഡ് ഓപ്ഷൻ ജനറൽ ബോഡി, തേർഡ് ഓപ്ഷൻ ഇലക്ഷൻ കമ്മീഷൻ, ഫോർത്ത് ഓപ്ഷൻ രജിസ്ട്രാർ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളത് ആരാണ് ഫിക്സ് ചെയ്യുന്നത്? ഫീ ഓർ കോസ്റ്റ് ഫോർ ദി ഇലക്ഷൻ പ്രോസസ്സിൻ്റെ ഫീ അല്ലെങ്കിൽ കോസ്റ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി റൂൾസ് മെയ്ഡ് ഓൺ ദിസ് ബിഹാഫ്. 94ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ്. ആൻസർ ഇലക്ഷൻ കമ്മീഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 95ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അൻ അപ്പെക്സ് സൊസൈറ്റി ഷാൾ യൂട്ടിലൈസ് ദി ഡാഷ് ഫോർ ദി പർപ്പസ് ഓഫ് ഡയറക്ട്ലി പർച്ചേസിംഗ് ഷെയർസ് ഇൻ അതർ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ഫസ്റ്റ് ഓപ്ഷൻ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, സെക്കൻഡ് ഓപ്ഷൻ ഷെയർ ക്യാപിറ്റൽ, തേർഡ് ഓപ്ഷൻ ബാങ്ക് ലോൺ, ഫോർത്ത് ഓപ്ഷൻ ഡിവിഡൻഡ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അപ്പെക്സ് സൊസൈറ്റി ഷാൾ യൂട്ടിലൈസ്, താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് യൂട്ടിലൈസ് ചെയ്താണ് എന്തിനു വേണ്ടി? ഫോർ ദി പർപ്പസ് ഓഫ് ഡയറക്ട്ലി പർച്ചേസിംഗ് ഷെയർസ് ഇൻ അതർ സൊസൈറ്റി. അതർ സൊസൈറ്റിയുടെ ഷെയർ ഡയറക്ട്ലി പർച്ചേസ് ചെയ്യാൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റിയിൽ. 95ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. ആൻസർ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടാണ്. അത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 44 പറയുന്നതാണ്. 95ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. 96ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഇയർ കേരള കോപ്പറേറ്റീവ്സ് ആക്ട് ഇനാക്റ്റഡ്. ഡയറക്റ്റ് നമുക്ക് ആൻസറിലേക്ക് പോകാം. 96ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ റിപ്പീറ്റഡ് ആണ്. സി ആണ് ആൻസർ. 1969 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 97ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാവിംഗ് ദി വോൾ ഓഫ് ദി സ്റ്റേറ്റ് ആസിഡ്സ് ഏരിയ ഓപ്പറേഷൻ. ഡയറക്റ്റ് ആൻസറിലേക്ക് തന്നെ പോകാം. ഇതാണ് വോൾ ഓഫ് ദി സ്റ്റേറ്റ് ആസിഡ്സ് ഏരിയ ഓപ്പറേഷൻ അപ്പെക്സ് സൊസൈറ്റിയാണ്. 97ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ. 98ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ഓഫ് കോപ്പീസ് ഓഫ് ബൈലോ to be accompanied by the application for registration of a cooperative society. First option 1, second option 2, third option 3, fourth option 4. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനിൽ എത്ര കോപ്പീസ് ഓഫ് ദി ബൈലോ അക്കമ്പനി ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ദ നമ്പർ ഓഫ് കോപ്പീസ് ഓഫ് ബൈലോ ടു ബി അക്കമ്പനീഡ് ബൈ ദി ആപ്ലിക്കേഷൻ ഫോർ ദി രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. 98ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 3 കോപ്പീസ് ഓഫ് ദി പ്രൊപ്പോസ്ഡ് ബൈലോസ് ഓഫ് ദി സൊസൈറ്റി. അപ്പോൾ 98ൻ്റെ ആൻസർ സി ആണ്. ആൻസർ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 99ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മിനിമം നമ്പർ ഓഫ് എ പേഴ്സൺ ടു ബി സൈൻഡ് ഇൻ ദി ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഫസ്റ്റ് ഓപ്ഷൻ 7, സെക്കൻഡ് ഓപ്ഷൻ 11, തേർഡ് ഓപ്ഷൻ 21, ഫോർത്ത് ഓപ്ഷൻ 25. റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മിനിമം നമ്പർ ഓഫ് പേഴ്സൺ, എത്ര മിനിമം നമ്പർ ഓഫ് പേഴ്സൺ ടു ബി സൈൻ ചെയ്യണം ഇൻ ദി ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ഏതുമായിട്ട് ബന്ധപ്പെട്ട് ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. 99ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. ആൻസർ 25 മെമ്പേഴ്സ് ഇൻ എ ഡിഫറെൻറ്റ് ഫാമിലി. 100ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. For giving approval for registration, the objects of the society should be in accordance with the section dash of the act. First option 2, second option 3, third option 4, fourth option 6. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഫോർ ഗിവിംഗ് അപ്രൂവൽ ഫോർ രജിസ്ട്രേഷൻ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷന് വേണ്ടി അപ്രൂവൽ കൊടുക്കണമെങ്കിൽ, അപ്രൂവൽ നൽകണമെങ്കിൽ ദ ഒബ്ജക്ട്സ് ഓഫ് ദി സൊസൈറ്റി, ആ സൊസൈറ്റിയുടെ ഒബ്ജക്ട്സ് ഷുഡ് ബി ഇൻ അക്കോർഡൻസ് വിത്ത് ദി സെക്ഷൻ. ഏത് സെക്ഷനിൽ വിധേയമായിട്ടായിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 100ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. ആൻസർ സെക്ഷൻ 4.
സൊസൈറ്റി വിച്ച് മേ ബി രജിസ്റ്റേർഡ് ഫോർ ദി എക്കണോമിക് വെൽഫെയർ ഓഫ് ദി മെമ്പേഴ്സ് ആണ്. അപ്പോൾ 100ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. സെക്ഷൻ 4 ഓഫ് ദി ആക്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 101ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ഓഫ് ഡേയ്സ് വിത്തിൻ വിച്ച് ആൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ടു ബി ഡിസ്പോസ്ഡ് ഓഫ് ബൈ ദി രജിസ്ട്രാർ. ഫസ്റ്റ് ഓപ്ഷൻ 30, സെക്കൻഡ് ഓപ്ഷൻ 45, തേർഡ് ഓപ്ഷൻ 60, ഫോർത്ത് ഓപ്ഷൻ 90. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷന് വേണ്ടി ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ്റെ പുറത്ത് എത്ര നാളിനുള്ളിൽ തീരുമാനമെടുക്കണം, അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ എത്ര നാളിനുള്ളിൽ ഡിസ്പോസ് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 101ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ. 90 days ആണ്. ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 7 രജിസ്ട്രേഷനിൽ പറയുന്നുണ്ട്. ദ നമ്പർ ഓഫ് ഡേയ്സ് 90 days within which an application for registration of a cooperative society is to be disposed of by the registrar. 101ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 102ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ പവർ ടു റെഗുലേറ്റ് ദി വർക്കിംഗ് ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ ദി എക്കണോമിക് ആൻഡ് സോഷ്യൽ ബെറ്റർമെന്റ് ഓഫ് ദി മെമ്പേഴ്സ് ആൻഡ് ദി ജനറൽ പബ്ലിക് ഈസ് വെസ്റ്റഡ് വിത്ത്. ഫസ്റ്റ് ഓപ്ഷൻ രജിസ്ട്രാർ ഓൺലി, സെക്കൻഡ് ഓപ്ഷൻ പ്രസിഡന്റ്, തേർഡ് ഓപ്ഷൻ ഗവൺമെന്റ് ആൻഡ് രജിസ്ട്രാർ, ഫോർത്ത് ഓപ്ഷൻ ബോർഡ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളത് ആർക്കാണ് പവർ ഉള്ളത്? റെഗുലേറ്റ് ദി വർക്കിംഗ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വർക്കിംഗ് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. എന്തിനു വേണ്ടി? ഫോർ ദി എക്കണോമിക് ആൻഡ് സോഷ്യൽ ബെറ്റർമെൻറ്റ് ഓഫ് ദി മെമ്പേഴ്സ് ആൻഡ് ജനറൽ പബ്ലിക് ഈസ് വെസ്റ്റഡ് വിത്ത്. 102ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. ഗവൺമെൻറ് ആൻഡ് രജിസ്ട്രാറിനാണ് റെഗുലേറ്റ് ദി വർക്കിംഗ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വർക്കിംഗ് റെഗുലേറ്റ് ചെയ്യാനുള്ള പവർ ഉള്ളത്. ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 9 സൊസൈറ്റി ടു ബി ബോഡി കോർപ്പറേറ്റ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ 102ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. 103ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Apex society shall take a decision for affiliation from society within dash days of the application. First option 30, second option 45, third option 60, fourth option 90. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അപ്പെക്സ് സൊസൈറ്റി ഷാൾ ടേക്ക് എ ഡിസിഷൻ ഫോർ അഫിലിയേഷൻ. അഫിലിയേഷന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷന് പുറത്തൊരു ഡിസിഷൻ അപ്പെക്സ് സൊസൈറ്റി എടുക്കുന്നത്. അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ കിട്ടി എത്ര ഡേയ്സിനുള്ളിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 103ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ് ആൻസർ. 60 days ആണ്. അപ്പെക്സ് സൊസൈറ്റി ഷാൾ ടേക്ക് എ ഡിസിഷൻ ഫോർ അഫിലിയേഷൻ ഫ്രം സൊസൈറ്റി വിത്തിൻ 60 days ഓഫ് ദി ആപ്ലിക്കേഷൻ. 103ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 8A അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റിയിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ 103ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 104ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. How can a cooperative society change its name? First option by a board resolution, second option by the amendment of bylaw, third option by sending a request to registrar, fourth option by registering a fresh society. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അതിൻ്റെ നെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? റിപ്പീറ്റഡാ ബൈ അമെൻമെൻറ്റ് ഓഫ് ഇറ്റ്സ് ബൈലോ. 104ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ് ആൻസർ. ബൈ ദി അമെൻമെൻറ്റ് ഓഫ് ബൈലോ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 105ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാവിംഗ് ജൂറിസ്ഡിക്ഷൻ ഓവർ എ റവന്യൂ ഡിസ്ട്രിക്ട് ആസ് എ വോൾ. ഫസ്റ്റ് ഓപ്ഷൻ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി, സെക്കൻഡ് ഓപ്ഷൻ സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, തേർഡ് ഓപ്ഷൻ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഫോർത്ത് ഓപ്ഷൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. 105ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് ആൻസർ ഓപ്ഷൻ ഇല്ല. കാരണം നമുക്ക് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇത് കൊടുക്കാമായിരുന്നു. എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാവിംഗ് ജൂറിസ്ഡിക്ഷൻ ഓവർ എ റവന്യൂ ഡിസ്ട്രിക്ട്, വൺ ഓർ മോർ റവന്യൂ ഡിസ്ട്രിക്ട് ബട്ട് നോട്ട് ഓഫ് ദി ഓൾ ഓഫ് ദി സ്റ്റേറ്റ് ആസ് ഇറ്റ്സ് ഏരിയ ഓപ്പറേഷൻ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി കൊടുക്കാമായിരുന്നു. അപ്പോൾ 105ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 106ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വേർ ദി രജിസ്ട്രാർ റെഫ്യൂസസ് ടു രജിസ്റ്റർ ആൻ അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് ഓഫ് എ സൊസൈറ്റി, ഹി ഷാൾ കമ്മ്യൂണിക്കേറ്റ് ദ ഓർഡർ ഓഫ് റെഫ്യൂസൽ ടുഗദർ വിത്ത് ദി റീസൺ ദെയറോഫ് വിത്തിൻ ഡാഷ് ഡേയ്സ് ഓഫ് ദി order to the society. First option 90, second option 60, third option 9, fourth option 7. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോ അമെൻഡ് ചെയ്തിട്ടുള്ളത് രജിസ്റ്റർ ചെയ്യാൻ രജിസ്ട്രാർ റെഫ്യൂസൽ ചെയ്യുവാണെങ്കിൽ, അങ്ങനെ റെഫ്യൂസൽ ചെയ്തിട്ടുള്ളത് ടു ദ റീസൺ സഹിതം ആ സൊസൈറ്റീനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആ റെഫ്യൂസൽ ഓർഡർ മുതൽ എത്ര നാളിനുള്ളിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 106ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ് ആൻസർ. 7 daysനുള്ളിലാണ്. ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 12 അമെൻമെൻറ്റ് ഓഫ് ബൈലോയിൽ സബ് സെക്ഷൻ 4 പറയുന്നുണ്ട്. വേർ ദി രജിസ്ട്രാർ റെഫ്യൂസസ് ടു രജിസ്റ്റർ ആൻ അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് ഓഫ് എ സൊസൈറ്റി, ഹി ഷാൾ കമ്മ്യൂണിക്കേറ്റ് ദ ഓർഡർ ഓഫ് റെഫ്യൂസൽ ടുഗദർ വിത്ത് റീസൺ സഹിതം ദെയറോഫ് വിത്തിൻ 7 days. 7 days ഓഫ് ദി ഓർഡർ ടു ദി സൊസൈറ്റി. 106ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
107ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ സൊസൈറ്റി ക്യാൻ ട്രാൻസ്ഫർ ഇറ്റ്സ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇൻ വോൾ ഓർ ഇൻ പാർട്ട് ടു എനി അതർ സൊസൈറ്റി ബൈ ഫസ്റ്റ് ഓപ്ഷൻ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ബോർഡ് വിത്ത് എ സിമ്പിൾ മജോറിറ്റി, സെക്കൻഡ് ഓപ്ഷൻ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദി ജനറൽ ബോഡി വിത്ത് എ 2/3 majority and voting, third option resolution passed by the board of directors with a 2/3 majority of the members present and voting, fourth option resolution passed by the general body with a simple majority. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു സൊസൈറ്റിക്ക് ട്രാൻസ്ഫർ ഇറ്റ്സ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി, ആ സൊസൈറ്റിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ മറ്റുള്ള അല്ലെങ്കിൽ അതർ സൊസൈറ്റിയിലേക്ക് ഫുള്ളായിട്ടോ അല്ലെങ്കിൽ പാർട്ടായിട്ടോ എന്ത് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 107ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ. റെസൊല്യൂഷൻ പാസ് ചെയ്യണം ആ സൊസൈറ്റിയുടെ ജനറൽ ബോഡിയിൽ വിത്ത് 2/3 majority ആൻഡ് വോട്ടിംഗ്. അപ്പോൾ 107ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 14 അമാൽഗമേഷൻ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഡിവിഷൻ ഓഫ് സൊസൈറ്റിയിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് സെക്ഷൻ 14. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 108ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Any two or more cooperative societies with the prior permission of the registrar may by a resolution passed by dash and voting at a dash meeting of each of such cooperative societies may enter into a partnership to carry out any one or more specific business. First option, the majority of the members present general body. Second option, the majority of the members present board. Third option, 2/3 majority of the members present general body. Fourth option, 2/3 majority of the members present board. Section 14B പാർട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ആ ഒരു സെക്ഷനിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഇനി 2 or more കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്, രണ്ടോ അതിലധികമോ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് വിത്ത് ദി പ്രയർ പെർമിഷൻ ഓഫ് ദി രജിസ്ട്രാറിൻ്റെ പ്രയർ പെർമിഷനോട് കൂടി മേ ബൈ എ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ എ റെസൊല്യൂഷൻ പാസ് ചെയ്യണം മജോറിറ്റി ഓഫ് ദി മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് അറ്റ് എ ജനറൽ ബോഡി മീറ്റിംഗിൽ of each of such cooperative societies may enter into a partnership to carry out any one or more specific business. രണ്ടോ അതിലധികമോ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ചേർന്ന് എന്താണ് പാർട്ണർഷിപ്പിൽ ക്യാരി ഔട്ട് എനി വൺ ഓർ മോർ സ്പെസിഫിക് ബിസിനസ് നടത്താൻ വേണ്ടി പറ്റും. പക്ഷേ പ്രയർ പെർമിഷൻ ആരുടെ വാങ്ങിക്കണം? രജിസ്ട്രാറിൻ്റെ പ്രയർ പെർമിഷൻ വാങ്ങിച്ച് റെസൊല്യൂഷൻ പാസ് ചെയ്യണം. എവിടെ? ജനറൽ ബോഡി മീറ്റിങ്ങിൽ. എത്ര മജോറിറ്റിയിൽ? ദ മജോറിറ്റി എന്ന് പറഞ്ഞാൽ മജോറിറ്റി. എത്ര മജോറിറ്റി എന്ന് പറഞ്ഞാൽ മജോറിറ്റി ഓഫ് ദി മെമ്പേഴ്സ് പ്രസൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ 108ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എ ആണ് ആൻസർ. Any two or more cooperative society with a prior permission of the registrar may by a resolution passed by the majority of the members present and voting at a general body meeting of each of such a cooperative society. അങ്ങനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? may enter into a partnership to carry out any one or more specific business. അപ്പോൾ 108ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. ദ മജോറിറ്റി ഓഫ് ദി മെമ്പേഴ്സ് പ്രസൻറ്റ് ജനറൽ ബോഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 109ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ആൻഡ് അതർ ഓർഗനൈസേഷൻസ് രജിസ്റ്റേർഡ് അണ്ടർ എനി അതർ ലോ may be admitted as members in the case of first option primary cooperative societies, second option marketing cooperative societies, third option hospital cooperative societies, fourth option urban cooperative societies. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ആൻഡ് അതർ ഓർഗനൈസേഷൻ രജിസ്റ്റേർഡ് അണ്ടർ എനി അതർ ലോ, ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അതർ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, രജിസ്റ്റേർഡ് അണ്ടർ എനി അതർ ലോ ആയിക്കോട്ടെ, മേ ബി അഡ്മിറ്റഡ് ആസ് എ മെമ്പറായിട്ട് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. താഴെ കൊടുത്തിട്ടുള്ള ഏത് സൊസൈറ്റീസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? 109ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ് ആൻസർ. ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിലാണ്. ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 16 പറയുന്നുണ്ട്. അപ്പോൾ 109ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. 110ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ഡിസിഷൻ ഓൺ ആപ്ലിക്കേഷൻ ഫോർ മെമ്പർഷിപ്പ് ഷാൾ ബി ടേക്കൺ വിത്തിൻ ഡാഷ് മന്ത്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ. ഫസ്റ്റ് ഓപ്ഷൻ 6, സെക്കൻഡ് ഓപ്ഷൻ 4, തേർഡ് ഓപ്ഷൻ 3, ഫോർത്ത് ഓപ്ഷൻ 2. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഡിസിഷൻ ഓൺ ആപ്ലിക്കേഷൻ ഫോർ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനിൽ ഡിസിഷൻ ഷാൾ ബി ടേക്കൺ വിത്തിൻ ഡാഷ് മന്ത്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ കിട്ടി എത്ര നാളിനുള്ളിൽ തീരുമാനം എടുക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 110ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ് ആൻസർ. 2 months ആണ്. എ ഡിസിഷൻ on an application for membership shall be taken within 2 months from the date of receipt of the application. 110ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 16 സബ്സെക്ഷൻ 2 പറയുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.